ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റുകൾ എന്ന് വേണമെങ്കിൽ ബജറ്റുകളിൽ ഒന്ന് എന്ന് ഇതിനെ പറയാം. 58 മിനിറ്റേ എടുത്തുള്ളൂ. 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഉണ്ടായില്ല നിർമ്മലാ സീതാരാമൻ. എന്ന് പറഞ്ഞാൽ ഇടക്കാല ബജറ്റാണ്, അത് 4 മാസത്തേക്ക് വേണ്ടിയുള്ളതാണ്. ആ ലാഘവത്വത്തിലാണ്. സാധാരണ നിലയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ബജറ്റുകൾ ഇടക്കാല ബജറ്റുകളാണെങ്കിലും വമ്പൻ പ്രഖ്യാപനങ്ങളുടെ ഘോഷയാത്രയും അതുപോലെ തന്നെ ചെയ്ത കാര്യങ്ങളുടെ നീണ്ട ലിസ്റ്റുമൊക്കെ ആയി ഒരു എന്താ പറയുക ഒരു തെരഞ്ഞെടുപ്പ് പാക്കേജ് ആയിട്ടാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് വർഷത്തെ ബജറ്റ് അവതരണം നമ്മൾ പൊതുവെ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊക്കെയുള്ള വ്യത്യസ്തമായ സമീപനം എന്തുകൊണ്ട് എന്ന് ബാലു വിചാരിക്കുന്നു? അഭിലാഷ്, ഇത് ഇന്ന് രാവിലെ തന്നെ പല BJP നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത് ഇതൊരു തുടർച്ചയാണ്. കാരണം ഇന്നലെ തന്നെ പ്രധാനമന്ത്രി ഈ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പാർലമെൻറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഇതൊരു ഇടക്കാല ബഡ്ജറ്റാണ്, ഞങ്ങൾ പൂർണ്ണ ബഡ്ജറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവതരിപ്പിക്കും എന്നതാണ്. ഒരു കണ്ടിന്യൂറ്റി ഈ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എങ്കിൽ പോലും 2024 ഒരു ഈസി വാക്ക് ഓവർ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് ഈ ബഡ്ജറ്റിൽ അത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും ഒന്നും ഉണ്ടാകാത്തതിൻ്റെ ഒരു പ്രധാന കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലതരത്തിലുള്ള ജനപ്രിയ പദ്ധതികളും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനങ്ങളായി ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. PM കിസാൻ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം ഉയർത്തിയേക്കും, അതുപോലെ തന്നെ ആദായ നികുതി സ്ലാബുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്തിനേറെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നികുതിയിൽ ചില ഇളവുകൾ വരുത്തുന്നത് വരെ സർക്കാർ തയ്യാറായേക്കും എന്ന സൂചനകളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തികച്ചും അല്ലെങ്കിൽ ആ സൂചനകളൊക്കെ വെറും സൂചനകളായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു കണ്ടിന്യൂറ്റി, അതായത് എന്തായാലും തങ്ങൾക്ക് തന്നെ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയാൽ അതിൻ്റെ ആഘാതമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായി അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ജൂലൈ ആദ്യവാരം പാർലമെൻറ്റിൽ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതായുണ്ട്. ആ ബഡ്ജറ്റിന് ഇതിൻ്റെ തുടർച്ചയായി മാത്രമേ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വലിയ സൗജന്യങ്ങളൊക്കെ നൽകിയാൽ അതിൻ്റെ ബാധ്യത അന്ന് സർക്കാരിന് ഉണ്ടാകുമെന്ന ഒരു ആശങ്ക ചിലപ്പോൾ ധനകാര്യമന്ത്രിക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം ഈ വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെ ഇത്തരത്തിലൊരു ബെയറായി പ്രധാനമായും ഈ പ്രസംഗത്തിൽ ഈ 58 മിനിറ്റ് നീണ്ടുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി പറഞ്ഞത് അവതരിപ്പിച്ചത് ഒരു റിപ്പോർട്ട് കാർഡാണ്. ഒരു ബഡ്ജറ്റിൽ പറയുന്ന പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരിയായി ഇന്നലെ വരെ ചെയ്തിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനവും വിശദീകരണവുമായിരുന്നു ധനകാര്യമന്ത്രി തൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉന്നയിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇന്നലത്തെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക, തുടർന്ന് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകിയില്ല എങ്കിൽ കൂടിയും തങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയും എന്ന ഒരു ആത്മവിശ്വാസം ധനകാര്യമന്ത്രിക്കും സർക്കാരിനും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാകാം ഇത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനങ്ങൾ, സൗജന്യങ്ങളോ ഇളവുകളോ ഒന്നും പ്രഖ്യാപിക്കാതെ ഒരു ഇടക്കാല ബഡ്ജറ്റ് ഹ്രസ്വമായ 58 മിനിറ്റ് കൊണ്ട് തൻ്റെ ബഡ്ജറ്റ് പ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് ഈ 4 മാസത്തെ വോട്ട് ഓൺ അക്കൗണ്ട് കൂടി അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റിയതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണ് എനിക്കുമുള്ളത്. അഭിലാഷ്, തീർച്ചയായിട്ടും ബാലു, ഒപ്പം ഇലക്ഷൻ വർഷമാകുമ്പോൾ കോർപ്പറേറ്റുകൾക്കുള്ള സോപ്പുകളും പൊതുവെ കാണാറുണ്ട്. ഇവിടെ നോക്കൂ, കോർപ്പറേറ്റ് ടാക്സ് മുമ്പ് കുറച്ചിട്ടുണ്ട് ഈ സർക്കാർ തന്നെ, അത് എടുത്തു പറഞ്ഞു എന്നുള്ളതിൽ ഒഴിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഇൻഡസ്ട്രിക്ക് വലിയ സന്തോഷം വരാനുള്ള കാര്യങ്ങളുമില്ല. അതും ശ്രദ്ധേയമാണ്. എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം മറ്റു തുടങ്ങിയ കാര്യങ്ങൾ, നരേന്ദ്രമോദിയുടെ പ്രഭാവം, ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതല്ലാതെ വേറെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായ ഒന്നുമില്ല എന്നൊരു മനോനിലയിലേക്ക് BJP വന്നോ? തീർച്ചയായും BJPക്ക് അങ്ങനെ ഒരു മനോനിലയിൽ എത്തിക്കാണും. കാരണം എത്തിയിരിക്കാം. കാരണം നിലവിൽ വരുന്ന ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ BJPക്ക് അവരുടെ ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജയിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ വിജയിക്കുന്നതിന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടതില്ല. അങ്ങനെ ഉൾക്കൊള്ളിച്ചാൽ പോലും തങ്ങളുടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതീക്ഷ അതിനെ കൂടുതൽ ഇതാക്കുന്ന തരത്തിൽ ഏതെങ്കിലും അത് വോട്ടായി മാറണമെന്നില്ല തുടങ്ങിയ ഒരു വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിരിക്കാം. ഏറ്റവും സുപ്രധാനമായ കാര്യം 2019 അന്ന് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് പീയൂഷ് ഗോയലായിരുന്നു. പീയൂഷ് ഗോയലിൻ്റെ 2-3 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ഇടക്കാല ബഡ്ജറ്റിലായിരുന്നു നടത്തിയിരുന്നത്. ഒന്ന്, ഈ PM കിസാൻ പദ്ധതി പ്രകാരം കർഷകർക്ക് സൗജന്യം 6000 രൂപ വരെ പ്രതിവർഷം നൽകുന്ന തുക. അത് അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ആ തുകയുടെ ആദ്യ ഗഡു കർഷകർക്ക് ലഭിക്കുകയും അത് പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറിയെന്ന് വിലയിരുത്തൽപ്പെടലുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഈ അതിനുശേഷമാണ് ഈ കർഷകരും വിവാദമായ കർഷക ബില്ലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കർഷകർ ഈ സർക്കാരുമായി ആകുന്നത്. അവരെ തിരികെ കൊണ്ടുവരിക, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ഉത്തരേന്ത്യയിലേക്ക് ഈ കർഷകരെ അകന്നു നിൽക്കുന്ന കർഷകരെയെങ്കിലും തിരികെ കൊണ്ടുവരുന്നതിനായി ആ പദ്ധതി പ്രകാരം അന്ന് 6,000 ആയിരുന്നു നൽകിയിരുന്നെങ്കിൽ ആ തുക ഇപ്പോൾ വർദ്ധിപ്പിക്കുമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അതുപോലും സർക്കാർ ഇപ്പോൾ പരിഗണിക്കാത്തതിന് ഒരു പ്രധാന ഘടകമായി നമ്മൾ പൊതുവെ കരുതപ്പെടുന്നത് ഈ ആത്മവിശ്വാസം, BJPക്ക് നിലവിലുണ്ടായിരിക്കുന്ന ഒരു ആത്മവിശ്വാസം. ഞങ്ങൾക്ക് ഇതൊന്നുമില്ല എങ്കിൽ കൂടിയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം BJPക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിച്ചത് എന്ന് വേണം കരുതപ്പെടേണ്ടത്.